ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ മീഷോ ഡെക്കോ ഹോളാണ്. ഞാൻ കുറച്ചധികം സാധനങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഇത് വെച്ചിട്ടുള്ള ഡെക്കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അതിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനത്തെ വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഞാൻ വാങ്ങിച്ചിട്ട് എങ്ങനെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത് മീഷോ എന്നുള്ളത് തന്നെ ഞാൻ പറയാം. മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് സാധനം എന്ന് പറയാം ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതുപോലത്തെ ഒരു 4 ഫ്രെയിംസ് ആണ്. ഒരു മിനി പോളറോയിഡ് എനിക്കറിയില്ല പോളറോയിഡ് ആണോ എന്നതിന് പറയാന്ന്. മിനി ഫ്രെയിംസ് ഉണ്ടല്ലോ, 4 എണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 സെറ്റിന് കൂടിയിട്ട് 249 റുപ്പീസാണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഒരു 300 അറൗണ്ട് റുപ്പീസ് ആയിട്ട് ശരിക്കും ഉള്ള പ്രൈസ്. അപ്പോൾ റിഡക്ഷൻ കഴിച്ചിട്ട് 250 റുപ്പീസ് അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കളർ അവൈലബിൾ ആണ്. ബ്ലാക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് വൈറ്റ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് 4 വൈറ്റുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സും കൂടി അതിൽ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് അധികം നാളായി. അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അടുത്തൊരു പർച്ചേസ് എന്ന് പറയുന്നത് മാക്രമേ വാൾ ഹാങ്ങിങ് ഷെൽഫാണ്. ഇത് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവമാണ് ഈ ഒരു മാക്രമേ ഷെൽഫ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലത്തെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും കൂടിയില്ല. ഞാനിതൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് കൊടുത്തതാണ്. ആമസോണും മീഷോന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഡെക്കർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 140 റുപ്പീസാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 124 റുപ്പീസിനാണ്. എനിക്കത് വേർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്ന സമയത്ത് ഒരു കുഞ്ഞ് ഡിഫക്റ്റ് പറ്റിയിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയുള്ള ഒരു ബീഡ്സ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് തിരിച്ചു അയച്ചില്ല. ഒരു കുഞ്ഞ് ഡിഫക്റ്റായിട്ട് ഞാനത് അങ്ങനെ മാനിച്ചു. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ ആ ഒരു പ്രൈസിലും ക്വാളിറ്റിയിലും എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റത്തെ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ വാൾ കൊളാഷ് ഡെക്കോർ എന്നൊക്കെ പറയില്ല, ആ സംഭവമാണ്. പീൽ ആൻഡ് സ്റ്റിക്ക് ഫോട്ടോ വാൾ കൊളാഷ് 50 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. അത് ഞാൻ എണ്ണിയിട്ടൊന്നും നോക്കിയിട്ടില്ല, പക്ഷേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പണി പറ്റിയെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമുക്ക് പീൽ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സാണ്, കൊളാഷ് സ്റ്റിക്കേഴ്സാണുള്ളത്. അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൈസൊക്കെ ഉണ്ട്. നല്ല ഒരു വേറൊരു ലുക്കൊക്കെ തരും നമുക്ക്. നല്ലൊരു വൈബൊക്കെയാണ് ആ റൂമിൽ അത് ഇട്ട് കാണുമ്പോൾ. പിന്നെ ഞാനങ്ങനെ ലൗഡായിട്ടൊന്നും ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് മാത്രം എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഏരിയയിൽ കുറച്ച് മോട്ടിവേഷൻ ഫീൽ ചെയ്യണം എന്നുള്ള കോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ മോട്ടിവേഷണൽ കോട്ട്സ്, പിന്നെ കുറേ അധികം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ലീവ്സ് ആണ് കേട്ടോ. ബാക്കിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ലീവ്സ് ആണ്. 143 രൂപയാണ് ഇതിന് ടോട്ടലായിട്ട് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ടൈമിൽ എന്തൊക്കെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 80% ഇവരുടെ ക്വാളിറ്റിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഫെയറി ലൈറ്റ്സ്, കുഞ്ഞു ഫെയറി ലൈറ്റ്സ് റൂമിൽ വേണമെന്ന്. അപ്പോൾ ഇതിന് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 149 ആണ്. പിന്നെ ഞാൻ ഇത് റീസെൻ്റ് ആയിട്ട് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസർ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ശരിക്കും പ്രൈസ് എന്ന് പറയുന്നത് 212 ആണ്. ഇപ്പം 195 അവൈലബിൾ ആണ്. ആൻഡ് ഇത് പല കുറേ അധികം സെല്ലേഴ്സ് സെല് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബെസ്റ്റും അതുപോലെ തന്നെ അത്യാവശ്യം റിവ്യൂ ഉള്ളതും അതുപോലെ നല്ലോണം വില കുറവുള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് സംഭവം. ഇത് നിങ്ങൾ വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളി സെറ്റാണ്. ഇങ്ങനെ ഇതൊരു 6 പിന്നെ 6 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതിനുള്ളത്. 6 കമ്പാർട്ട്മെൻറ്റ്സും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഒരു സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളിൻ്റെ ഇങ്ങനെ ഷെൽഫ് പോലത്തെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളുണ്ട്. അടിയിലുണ്ട് കേട്ടോ ഇതുപോലത്തെ 2 സാധനം. അപ്പോൾ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാനിതിൽ ഓർഗനൈസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ സ്പെഷ്യലി സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പൈസക്ക് ഇതെനിക്ക് വേർത്തായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആൻഡ് കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വെറൈറ്റി കളേഴ്സ്, ബ്ലാക്ക്, പിന്നെന്താ വേറൊരു കളർ ഉണ്ടായ ബ്ലാക്കും വൈറ്റും ആണ് മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ
ഇത് അഴുക്കാവുമെന്ന് ചോദിച്ച സംശയമാണ്. നമ്മളധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇങ്ങനത്തെ അഴുക്കാവേണ്ടതാണ്. പക്ഷെ നമുക്ക് റൂമിലൊരു നല്ല ലുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കളർ അല്ലെ വൈറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ till the next video, this is me, Anika Arme, signing off. Bye bye.